എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡ്സ്മാൻ ഷീറ്റ് മെറ്റൽ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ? ഓപ്ഷൻസ്: ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ എംപ്ലോയ്ഡ് ടു ഡിസ്ക്രൈബ് എ മെറ്റീരിയൽ അണ്ടർ condition in which external forces are not concerned. രണ്ടാമത്തത്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ആർ ദോസ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദി എബോവ് 1 and 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റൽസ്? ഓപ്ഷൻസ്: മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ദോസ് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ആർ ഡിസ്ക്രൈബ് ഇറ്റ് ബിഹേവിയർ അണ്ടർ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ കണ്ടക്ടിങ് എക്സ്പെരിമെൻ്റൽ ടെസ്റ്റ് ഓൺ ദ മെറ്റീരിയൽ സ്പെസിമെൻ. ഡെൻസിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്? ആൻസർ എന്താണ് വരുന്നത്? ഓൺലി 1 and 2, അതായത് 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫെറസ് മെറ്റീരിയൽ? കോൺസ്റ്റൻ്റ് സ്റ്റീല്, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ആൻസർ വരുന്നത് ഫെറസ് മെറ്റീരിയൽ അല്ലാത്തത് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത്, ഗ്രേ കാസ്റ്റ് അയൺ കൺസിസ്റ്റിംഗ് ഓഫ് ആൻസർ ഡി ആണ്, 2.5 to 3.8% ഓഫ് കാർബൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ക്രോം വനേഡിയം സ്റ്റീൽ? ഓപ്ഷൻസ്: ക്രോം വനേഡിയം സ്റ്റീൽ contain 0.26% carbon, 0.92% chromium and 0.2% vanadium. Chromium and vanadium are added to increase the hardenability. Used for making axles, shaft, automobiles, aeroplanes and locomotive. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3. ക്രോമനേഡിയം സ്റ്റീലിൽ എത്ര ഇതാണ്? 0.26% കാർബൺ ഉണ്ട്, 0.92% ക്രോമിയം ഉണ്ട്, 0.2% വനേഡിയം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹാർഡനബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്തൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്? ഫോർ മേക്കിംഗ് ആക്സിൽസ്, ഷാഫ്റ്റ്, ഓട്ടോമൊബൈൽസ്, എയറോപ്ലെയിൻസ് ആൻഡ് ലോക്കോമോട്ടീവ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദി മെറ്റൽ? മെൽറ്റിംഗ് പോയിൻറ്റിനെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. മെൽറ്റിംഗ് പോയിൻ്റ് ഡിപ്പെൻഡ് ഓൺ ദ ബോണ്ടിങ് ഫോഴ്സസ്. ബോണ്ടിങ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിനിയം ഈസ് 650 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3. മെൽറ്റിംഗ് പോയിൻ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ബോണ്ടിങ് ഫോഴ്സസ്. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ദ മൈൽഡ് സ്റ്റീൽ എത്രയാണ്? 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് അലൂമിനിയം എത്രയാണ്? 650 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ സെക്ഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത്, വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആൻഡ് വെയ്റ്റ് പെർ കിലോഗ്രാം? ഓപ്ഷൻസ്: ആംഗിൾസ്, ഷീറ്റ്, റൗണ്ട് ബാർസ് ആൻഡ് ചാനൽ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഷീറ്റാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി
following metal section is specified by width, thickness and weight per meter length? ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ്. വെയ്റ്റ് പെർ കിലോഗ്രാം ആണെങ്കിൽ ഷീറ്റ് വരും, വെയ്റ്റ് പെർ മീറ്റർ ലെങ്ത് ആണെങ്കിൽ ഇത് വരും, ഫ്ലാറ്റ് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഹോട്ട് റോളിംഗ്? ഹോട്ട് റോളിങ്ങിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഇൻ ഹോട്ട് റോളിംഗ് ലൂബ്രിക്കേഷൻ ഈസ് നോട്ട് നെസസറി. In hot rolling, loads are very high. In hot rolling, provide better dimensionally accuracy. ആൻസർ വരുന്ന ഓപ്ഷൻ ഇ ആണ്, only one. ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഇൻ ഹോട്ട് റോളിംഗ് ലൂബ്രിക്കേഷൻ ഈസ് നോട്ട് നെസസറി. അടുത്ത ചോദ്യം, which one of the following metal section specification include web thickness? Web thickness ഉള്ള മെറ്റൽ സെക്ഷൻ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് ചാനൽസ് ആണ്, ചാനൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ സെക്ഷൻ സ്പെസിഫിക്കേഷൻ ഇൻക്ലൂഡ് വെബ് തിക്നെസ്? വെബ് തിക്നെസ് ഉള്ളത് ചാനൽസ് ആണ്. Next question, which of the following statements are correct about cold rolling? Cold rolling provide a good surface finish. Cold rolling provide a better dimensional accuracy. Answer option C ആണ്, both 1 and 2. Both 1 and 2. Next question, which one of the following is not a specification of angle metal sections? Angle metal sectionൻ്റെ സ്പെസിഫിക്കേഷൻ അല്ലാത്തതാണ്. നോട്ട്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, സെക്ഷണൽ ഏരിയ, വെയ്റ്റ് പെർ മീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ സ്പെസിഫിക്കേഷൻ ഓഫ് ആംഗിൾ മെറ്റൽ സെക്ഷൻസ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് സ്ക്രൈബർ? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് ഈസ് ഹാർഡൻഡ്. ദ പോയിന്റ് ഷുഡ് ബി ഗ്രൗണ്ട് ആൻഡ് ഹോൺഡ് ഫ്രീക്വൻ്റ്ലി ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ് ഷാർപ്നെസ്. ബെൻഡ് പോയിന്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോയിങ് സർക്കിൾസ് ഓൺ ദി സർഫസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, only 3. Bend point is used to drawing circles on the surface. അടുത്ത ചോദ്യം, which of the following statement are correct about the case of hacksaw blade? Hacksaw blades are specified by the length, pitch and type of material. Coarse pitch blade are used for cutting soft material such as bronze and brass. Pitch size of the coarse pitch blade is 0.8 mm. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, only 1 and 2. only 1 and 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഹാക്സോ ബ്ലേഡ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദി ലെങ്ത്, പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. കോസ് പിച്ച് ബ്ലേഡ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ സച്ച് ആസ് ബ്രോൺസ്, ബ്രാസ് എക്സെട്ര. അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ബോൾ പിൻ ഹാമർ? ബോൾ പിൻ ഹാമറിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്, വെഡ്ജ് ഫിക്സ് ദ ഹാൻഡിൽ ഇൻ ദി ഐ ഹോൾ. ദ വെയ്റ്റ് ഓഫ് ദ ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഓൺ ദി ചെക്ക്. ഹാമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദി ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. അപ്പോൾ ഇവിടെ ആൻസർ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, 3 ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ 1, 2 and 3. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? വെയ്റ്റ് ഓഫ് ദി wedges fixed at the handle in the eye hole, and weight of the hammer is stamped on the check. Hammer is made of drop forged carbon steel. അടുത്തത്, ഹാഫ് റൗണ്ട് നോസ് ചിസൽസ് ആർ യൂസ്ഡ് ടു. ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ കട്ടിങ് ഓയിൽ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In a vernier caliper, 9 main scale divisions are divided into 10 equal parts in the vernier scale. അപ്പം 9 main scale divisions ഉണ്ട്, divided into the 10 equal parts in the vernier scale. Value of one main scale division is 1 mm. What is the least count of the vernier caliper? ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 1/10 mm എന്ന് വരും. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, 0.1 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ജെന്നി കാലിപ്പർ? ജെന്നി കാലിപ്പറുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈൻ പാരലൽ ടു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്. അനദർ നെയിം ഓഫ് ദിസ് കാലിപ്പർ ഈസ് ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പേഴ്സ്. ജെന്നി കാലിപ്പർ ഈസ് യൂസ് ഫോർ ഫൈൻഡിങ് ദ സെൻറ്റർ ഓഫ് ദി റൗണ്ട് ബാർസ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3. ജെന്നി കാലിപ്പേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് പാരലൽ ലൈൻ ടു ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എഡ്ജസ്. അനദർ നെയിം ഓഫ് ദ കാലിപ്പർ ഈസ് ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് സെൻറ്റർ ഓഫ് ദി റൗണ്ട് ബാർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്യുറസി ഓഫ് ദ സ്റ്റീൽ റൂൾ. സ്റ്റീൽ റൂളിൻ്റെ ആക്യുറസി എത്രയാണ്? ആൻസർ 0.5 mm. ആക്യുറസി ഓഫ് ദി സ്റ്റീൽ റൂൾ ഈസ് 0.5 mm ആണ്. Okay, next question. What is the value of one main scale division in a vernier bevel protractor? ഒരു വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൻ്റെ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ്റെ വാല്യൂ എത്രയാണ്? ആൻസർ 1 ഡിഗ്രി ആണ്. 1 ഡിഗ്രി ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പിച്ച് ഓഫ് ദ സ്പിൻഡിൽ ത്രെഡ് ഇൻ ദ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ? ഇൻ ദ മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ആൻസർ എന്താണ്? 0.5 mm ആണ് വരുന്നത്. 0.5 mm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പിച്ച് ഓഫ് ദ സ്പിൻഡിൽ ത്രെഡ് ഇൻ ദി മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് സ്റ്റാൻഡേർഡ് വയർ ഗേജ്? സ്റ്റാൻഡേർഡ് വയർ ഗേജുമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആൻഡ് ഡയമീറ്റർ ഓഫ് ദ വയർ ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ് വയർ ഗേജ്. എന്തൊക്കെയാണ്? തിക്നെസ് ഓഫ് ദ ഷീറ്റും അതുപോലെ തന്നെ വയറിൻ്റെ ഡയമീറ്ററും മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിച്ചിട്ടാണ്. അടുത്തത്, സ്മോളർ ഗേജ് നമ്പേഴ്സ് റെപ്രസെൻറ്റിങ് സ്മോളർ സൈസ്, ഹയർ ഗേജ് നമ്പർ റെപ്രസെൻറ്റിങ് ലാർജർ സൈസ്. അടുത്തത്, വയർ ഡയമീറ്റർ ഈസ് ചെക്ക്ഡ് ബൈ ഇൻസേർട്ടിങ് ദ വയർ ഓൺ ദ സർക്കിൾ പോർഷൻ ഓഫ് ദി ഗേജ്. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരുന്നത്? ഓൺലി 1. ശരിക്കും വരുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1. ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ വയർ ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ് വയർ ഗേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the accuracy of measurement of a tri-square is about. ട്രൈസ്ക്വയറിൻ്റെ ആക്യുറസി എത്രയാണ്? 23A ആണ്. 0.002 mm per 10 mm length. Next question, which of the following statement are correct in case of bevel protractor? It is an indirect angular measuring instrument. Next one, angle can be measured within the accuracy of 1 degree. Graduation marked from 0 degree to 180 degree. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നതാണ് ഓൺലി 2 and 3. Angle can be measured with accuracy of 1 degree and graduation marked from 0 to 180 ഡിഗ്രി. എന്താണ്? ബിവൽ പ്രൊട്രാക്ടറിൻ്റെ കേസിൽ. അടുത്ത ചോദ്യം,
വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് എ സ്ട്രെയിറ്റ് എഡ്ജ്? സ്ട്രെയിറ്റ് എഡ്ജുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദി മെറ്റൽ സർഫസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് 90 ഡിഗ്രി ആംഗിൾസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ചെക്ക് 45 ഡിഗ്രി ആംഗിൾ. അപ്പം ആൻസർ വരുന്നത് എന്താണ്? 25ൻ്റെ ആൻസർ only 1 ആണ്. only 1 ആണ് ആൻസറായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ ഓൺ എ മെറ്റൽ സർഫസ്. സ്ട്രെയിറ്റ് എഡ്ജിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ ഓൺ എ മെറ്റൽ സർഫസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് ഹാഫ് മൂൺ സ്റ്റേക്ക്? This stake is used when shaping and seaming funnel and tapered article. It is used for turning a flanges on metal disc. It has 2 horns. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? 26ൻ്റെ ആൻസർ വരുന്നത് only 2 ആണ്. അതായത് ആൻസർ വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടേണിങ് എ ഫ്ലാഞ്ചസ് ഓൺ മെറ്റൽ ഡിസ്ക് ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അബൌട്ട് ട്രാമൽ? ട്രാമലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പ്രസ്താവന? ഇറ്റ് ഈസ് യൂസ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾ, ആർക്ക് ആൻഡ് ഫോർ ട്രാൻസ്ഫോമിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസസ്. ഇറ്റ്സ് അനദർ നെയിം ഈസ് ബീം കോമ്പസ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദി സെൻറ്റർ ഓഫ് ദ റിവറ്റ് ഈസ് ദ സൈസ് ഓഫ് ദി വിങ് കോമ്പസ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3. അപ്പോൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ് ഫോർ സ്ക്രൈബിംഗ് സർക്കിൾ, ആർക്ക് ആൻഡ് ഫോർ ട്രാൻസ്ഫോമിംഗ് ആൻഡ് സ്റ്റെപ്പിംഗ് ഓഫ് ഡിസ്റ്റൻസസ്. ഇറ്റ് അനദർ നെയിം ഈസ് ബീം കോമ്പസ്. ആൻഡ് തേർഡ് വൺ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ സെൻറ്റർ ഓഫ് ദ റിവറ്റ് ഈസ് ദ സൈസ് ഓഫ് ദി വിങ് കോമ്പസ്. നെക്സ്റ്റ് വൺ, വിച്ച് മാർക്കിംഗ് മീഡിയം ഈസ് യൂസ്ഡ് വിത്ത് നൈട്രിക് ആസിഡ്? നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്ന മാർക്കിംഗ് മീഡിയം എന്നാണ്? കോപ്പർ സൾഫേറ്റ് ആണോ, സെല്ലുലോസ് ലാക്വർ ആണോ, പ്രൂഷ്യൻ ബ്ലൂ ആണോ, അതോ മാർക്കിംഗ് ബ്ലൂ ആണോ? ആൻസർ 28ൻ്റെ ആൻസർ വരുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ വെർനിയർ ഹൈറ്റ് ഗേജ്? ബീം ആണോ, ഫിക്സഡ് ജോ ആണോ, ലോക്കിംഗ് സ്ക്രൂ ആണോ, അതോ സ്ക്രൈബർ ബ്ലേഡ് ആണോ? നോട്ട് എ പാർട്ട് ഓഫ് ദി വെർനിയർ ഹൈറ്റ് ഗേജ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഫിക്സഡ് ജോ. അപ്പോൾ എന്താണ്? ബീമും ലോക്കിംഗ് സ്ക്രൂവും അതുപോലെ സ്ക്രൈബറൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് റേഡിയസ് ഗേജ്? റേഡിയസ് ഗേജുമായിട്ടുള്ള കറക്റ്റ് പ്രസ്താവന എന്താണ്? ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയോൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ റേഡി by comparing the radius on the part which radius of the gauges. Radius and fillet gauges are available in set of several blade which fold into a holder when not in use. അപ്പം റേഡിയസ് ഗേജുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, only 2 and 3. only 2 and 3 ആണ്. എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് ദ റേഡിയസ്. റേഡിയസ് ഗേജ് എന്തായാലും റേഡിയസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റേഡിയസ് ആൻഡ് ഫില്ലറ്റ് ഗേജസ് ആർ അവൈലബിൾ ഇൻ ദ സെറ്റ് ഓഫ് സെവറൽ ബ്ലേഡ് വിച്ച് ഫോൾഡ് ഇൻ ടു എ ഹോൾഡർ വെൻ നോട്ട് ഇൻ യൂസ്.